കടിക്കൂ കടിക്കൂ. മീൻ തന്നെയാണ്, പക്ഷെ അത് നമുക്ക് ഒതുങ്ങുന്ന മീനല്ല. വലിയ മീനാണ്. ആൾക്കാർ കൂടി ഇവിടെ 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 ഒരു മീന് കൊത്തിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അതെ ഞങ്ങളിപ്പോൾ ഉള്ളത് ചാലിയത്താണ്. ചാലിയം എന്താ പറയുക, ഫിഷ് മാർക്കറ്റിൽ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇതാ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിനി ബോട്ടിൽ കയറിയിട്ട് കടലിലേക്ക് പോകും. കടലിൽ പോയിട്ട് അവിടുന്ന് മീൻ പിടിച്ച് കുക്ക് ചെയ്യുക, അതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ അടുത്ത പ്ലാന്. അപ്പോൾ നമ്മളിതാ സംഭവങ്ങളൊക്കെ റെഡിയാക്കി, വെള്ളം അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ വേണ്ടതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളിപ്പോൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. ഇതാണ് ബോട്ട് കേട്ടോ. അതാ കണ്ടോ, നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ്, അതുപോലെ വെള്ളം, എല്ലാ സംഭവങ്ങളായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നമ്മൾ കയറുകയാണ്. ഇനിയൊക്കെ ബാക്കി കടലിൽ ചെന്നിട്ട് കാണാം എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ എന്നുള്ളത്. നല്ല വെയിലാണ്. അപ്പം ഞാനിതാ ഇങ്ങനെയുള്ളൊരു ക്യാപ്പൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം വേലിയായിട്ടോ, വെള്ളം വേലി സമയമാണ്. അപ്പം കുറച്ച് ഈ ഒരു സമയത്ത് കടലിലേക്ക് പോകുമ്പം കടലിലേക്ക് പോകുമ്പം എന്നല്ല, നമ്മൾ നേരത്തെ ഈ ഒരു ബോട്ട് കുറച്ച് നേരത്തെ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ പോകാൻ പറ്റിയില്ല. വെള്ളം ഇറക്കമായപ്പം ബോട്ട് കരയിൽ കുറച്ച് എന്താ പറയുക സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പം അതൊക്കെ റെഡിയായി, വെള്ളവേലിയായി, ബോട്ടൊക്കെ കരയിലേക്ക് കടലിലേക്ക് ഇറക്കാനുള്ള ഭാഗമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു കടൽ യാത്ര തയ്യാറെടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്നതൊക്കെ കാണാം നമുക്ക്. പിന്നെ മീൻ കിട്ടുമോ എന്നൊക്കെ ഒന്ന് അറിയാം. ഭാഗ്യം പോലെ ഇരിക്കുമോ ഒരു ഐഡിയ ഇല്ല. നമ്മൾ പോയി നോക്കുകയാണ്. ആദ്യമായിട്ടാണ് കടലിൻ്റെ നടുക്കേക്ക് വിചാരിച്ച. അപ്പോൾ ആദ്യം ബോട്ടിങ് ചെറിയ രീതിയിലൊക്കെ നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ ഇത്രയും ഉൾക്കടലിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ല വെയിലാണ് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഉച്ച 1 മണി ആവാറായി. അപ്പോൾ നമുക്ക് പോയി നോക്കുകയല്ലേ. ഇനി കടലിൻ്റെ വിശേഷങ്ങളാണ്. ബോട്ടിൻ്റെ കപ്പിത്താനെ പരിചയപ്പെടണ്ടേ? ഇതാണ് കേട്ടോ, നമ്മളാണ് ബോട്ടിൻ്റെ കപ്പിത്താൻ. അതെ, നമ്മളുടെ ദൗഷാദ്ക്ക. അതായത് മൂപ്പരാണ് ഇത് ബോട്ടുമായിട്ട് നമ്മളെ കടലിലേക്ക് കൊണ്ടോട്. തിരിച്ചു കൊണ്ടുവരില്ലേ? നോക്കാം. അയ്യോ, കടലിൽ കൊണ്ടുവരരുതേ, തിരിച്ചു കൊണ്ടുവരണേ. തിരിച്ചെത്തും നമ്മൾ. അതെ, തിരിച്ചെത്തും. അപ്പോൾ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബോട്ട്. 2 എഞ്ചിനുണ്ട്. അതാ എല്ലാവരും റെഡി ആയിട്ട് കയറാൻ നിൽക്കുകയാണേ. ഒരു തള്ളി ഇറക്കുകയാണേ ബോട്ട്. കുറേ പേര് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇവിടെ ഇങ്ങനെ ജാമായി കിടക്കുകയായിരുന്നു. അതാ പോകണ്ടേ? ഞാനൊരു ഫിഷർ ബോർഡുമായി. ഒന്നും പറയണ്ട. കടലിലേക്ക് ഇങ്ങനെ കടലിലേക്ക് ഇത് കടലും പുഴയും കൂടി ചേരുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിതാ നേരത്തെ പോയ ഇത് ബേപ്പൂര് പുളിമൂട് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് എന്താ പറയുക, പുഴയും കടലും കൂടി ചേർന്ന് അഴിമുഖം എന്ന് പറയില്ലേ. ഇനി വരുന്നത് കടലാണ്, എൻട്രൻസ്, കടലിലേക്കുള്ള എൻട്രൻസ് ആണിത്. കാണിച്ചു തരാവേ.
കടലിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് പുളിമൂടിന്റെ ലാസ്റ്റ് ആണ്. കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബൗണ്ടറി കടലിൽ എത്തിയിട്ടുണ്ട്. കടല് കയറിയില്ലേ? ഇപ്പൊ നമ്മള് ചാലിയാറിലാണ് ഉള്ളത്. ചാലിയാർ ഇതൊരു കായലാണ്. പിന്നെ ചാലിയാർ പുഴയും നമ്മളെ കടലും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗം. അഴിമുഖം എന്ന് പറയല്ലോ, അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇതുള്ളത്. അയ്യോ, നമ്മള് കടലിലേക്ക് കയറുകയാണേ. 2.5 മണിക്കൂർ കടലിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാല് ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിലേക്കാണ് നമ്മളിപ്പോ ഫസ്റ്റ് പോകുന്നത്. അത് ശരി. ആ ദ്വീപിന് ശേഷമാണ് നമ്മൾ വാലിടാൻ പോകുന്നത്. ഓ, ഇവിടുന്ന് ഒരു 2.5 മണിക്കൂർ അല്ലേ? ചുറ്റും ആൾക്കാർ ഫ്രണ്ട്സോട് എല്ലാവരും വന്നിരുന്നു കണ്ട് വാലിടുന്നുണ്ട്. അവിടെ നല്ല വലിയ മീൻ, ചെമ്പല്ലി ഒക്കെ ഉണ്ടാവും അല്ലേ? ഡോൾഫിൻ. കാണാല്ല പോയി. ഓളത്തിനൊക്കെ ഒരു വ്യത്യാസം വന്നു കേട്ടോ. കടലിലെ ഓളത്തിനൊക്കെ ഒരു വ്യത്യാസം വന്ന് അല്ല കണ്ടില്ല. ആ മൂക്കുമ്പോ മുങ്ങിക്കളഞ്ഞ്. മീൻ പിടിച്ചാടോ? മീൻ പിടിച്ച് വലയിൽ മീൻ കുടി സമയത്ത് വന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കും. അത് ശരി. അപ്പൊ നമ്മളിപ്പം ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കടലിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ദ്വീപ് പോലുള്ള സ്ഥലത്തെത്തും. അപ്പൊ അവിടെ നിന്നാണ് നമ്മള് ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അയ്യോ, നമ്മളിങ്ങനെ തുള്ളി വാരിയാ പോകുന്നത് കേട്ടോ. പൊങ്ങി താതോ. അയ്യോ, കടലിൽ കൂടെ. ഈശ്വര, എവിടെ എത്തുവോ? ഞങ്ങൾ അങ്ങനെ കടലിൽ കൂടെ ചാഞ്ചാടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഒന്നും പറയണ്ട. ഭാഗത്ത് നല്ല ഉയരത്തിൽ വരുന്നുണ്ട്. കടലില് കടലില് ഹമ്പ്, കടലില് കെട്ടർ ഒക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, ഒന്നും പറയണ്ട. പറന്നു പോണ. അയ്യോ, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ. പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് കടല് കുറച്ച് ശാന്താണ് എന്നാണ് പറയുന്നത്. കടലിന്റെ ശാന്തത ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മള് ശരിക്കും ഈ ബോട്ടിന്റെ ഒരു ഷേപ്പ് എങ്ങനെയാണെന്നറിയോ? കുറച്ച് ഈ ഒരു ഫ്രണ്ട് ഭാഗം കൊണ്ടേക്ക് മുകളിലേക്കുന്ന മാതിരിയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം അങ്ങനെ പൊക്കി കളിക്കും. കുറച്ച് സ്പീഡിൽ പോകുമ്പോ നമുക്ക് ഇവിടുന്ന് കരയിന്ന് 2 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. നമുക്ക് എന്തൊക്കെയാ ഇനി കാണാൻ കിടക്കുന്നേ, മീൻ കിട്ടുമോ, എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയാം. കിട്ടിയാൽ മതിയിരുന്നു തന്നെ. എന്താ നമ്മളെ കടലില് ഫ്രാങ്ക് ഡ്രൈവറാട്ടോ ബോട്ടിന്റെ. വേറെ തന്നെ ഒരു നമ്മളെ ഹെൽപ്പിന് വേണ്ടി വന്ന ചേട്ടനാണ്. അവര് ബോട്ട് എല്ലാം പറപ്പിച്ചടിച്ച് വിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കടലിലേക്ക്. അറിയില്ല. ആ കാണുന്ന ഭാഗം കോഴിക്കോട് ബീച്ചാണ്. ബീച്ച് ഏരിയയാണ് അത് കാണുന്നേ. എന്നും ആ ബീച്ചിൽ ഇരുന്നിട്ട് ഇതിലൂടെ പോകുന്ന ബോട്ടുകളെ നോക്കിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കര നോക്കാണ്. പിന്നെ ഇവർക്കില്ലേ, ഇവര് സ്ഥിരമായിട്ട് ഈ കടലിൽ പോകുന്നതിനുണ്ട്. കടലിന്റെ ഓരോ ഭാഗങ്ങള് അതുപോലെ മീനിന്റെ റൂട്ടൊക്കെ ഇവർക്ക് അറിയാം കേട്ടോ. കണ്ട് അതൊക്കെ ഒരു തയക്കം വന്ന് ഇതായതാണ്. അപ്പം ചില മീനുകളൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വല ഇട്ടില്ല. എന്താ വെച്ചാൽ അത് നമ്മൾ എന്തിനാണോ പോകുന്നത് ആ ഒരു ഭാഗത്തേക്ക് ആയിരിക്കും. അയില, മത്തി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉള്ളിലേക്ക്. പിന്നെ വലിയ മീനുകൾ അയക്കോറ, ആവോലി, നെയ്മീൻ അതുപോലെയൊക്കെ ഉള്ള മീനുകൾ ഉണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് അല്ലേ, പുറം കടലിലേക്ക്. അത് എങ്ങനെയാ? അതുപോലെ ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുമോ? ഒരു ദിവസം കൊണ്ട് പോയി വരുന്നുണ്ട്, 3 ദിവസം കൊണ്ട് വരുന്നുണ്ട്, ഒരാഴ്ച കൊണ്ട് വരുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് വരുന്നുണ്ട്. ഓ,
അതൊക്കെ വലിയ ബോട്ട് കുറേ ഉള്ളിലേക്ക് പോകൂല്ലേ? പിന്നെ ശ്രീലങ്കൻ തീരങ്ങളിലൊക്കെ പോകുന്നു പറയുന്നുണ്ടല്ലോ. അത് വലിയ ബോട്ടുകള്. ആ, ഈ ബോട്ട് എത്ര ദിവസം? ഒരു ദിവസത്തെ ഒരു ദിവസമാണ് എടുക്കാം. ഒരു ദിവസം അല്ലേ? രാവിലെ പോയാല് വൈകുന്നേരം പോയിട്ട് രാവിലെ വരും. ആ, അങ്ങനെ. അപ്പൊ ഒരു രാത്രി ഒരു 3 മണിയാകുമ്പോ. അപ്പൊ എത്ര മണിക്കൂർ യാത്ര ഉണ്ടാവും? അങ്ങനെ 2 മണിക്കൂർ ഓടിയിട്ട് നമ്മൾ മീൻ പിടിക്കുന്ന നാട്ടിലെത്താം, അവിടെ എത്താം. ആ, ഇപ്പോഴും നമ്മൾ അങ്ങനെയല്ലല്ലേ പോണത്? അല്ല, ഈ വല കൊണ്ട് ഇറക്കി വിടും. ആ, ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞാല് പിടിച്ചിങ്ങോട്ട് കയറ്റിവിടും. മീനൊക്കെ അതിൽ കുരുങ്ങിയിട്ടുണ്ടാവും. ആഹാ, ഇത് ചൂണ്ടയിടാൻ വേണ്ടി വാങ്ങിയല്ലേ? ഇതാ ഇതില് കിട്ടുക. ആ, അയില അല്ലേ? അയില. ഞങ്ങള് കുറച്ച് മീന് കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് എന്തിനാ വെച്ചാല് നമ്മള് ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാണേ. നമ്മളൊരു കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് നമ്മൾ ചൂണ്ടയിടാനുള്ള പ്ലാനും ഉണ്ട്. അത് കൂടാതെ നമ്മള് വല ഇടുന്നുണ്ട്. ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ചൂടി അങ്ങോട്ട് എത്തട്ടെ. നമ്മൾ എത്തിയിട്ടില്ല, ഓൺ ദ വേ ആയിട്ടേ ഉള്ളൂ. അത് കോഴിക്കോട് ബീച്ച്. നീ എടുക്കില്ല? നീ മീനെ പിടിക്കില്ല? അതാ നമ്മളുടെ കോഴിക്കോട് ബീച്ച്. അതാ കാണുന്നു കോഴിക്കോട് ബീച്ച്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടിയിൽ വലിയ പാറയാണ്. അതുകൊണ്ട് ഇവിടെ നല്ല കുറച്ചിങ്ങനെ ഓളം കൂടുതലാണ്. ഇങ്ങനെ നല്ല ആ കാണുന്നത് അല്ലേ? ആ, പുതിയാപ്പ അല്ലേ? ഇതൊക്കെ ടൗണാണ്. നമ്മളെ കടപ്പുറം ബീച്ച്. നല്ല തീര. ഞങ്ങള് ചൂണ്ടിട്ടിട്ടുണ്ട്. ഇതാ ചുണ്ടിൻ്റെ നാരുതാട്ടോ. നമുക്ക് കിട്ടുമ്പോഴേക്ക് മീൻ കൊത്തിന്ന് ഫീൽ ചെയ്യുമ്പം തന്നെ നമ്മൾ വലിച്ചോണം. അല്ലെങ്കിൽ മീൻ അതുമായിട്ട് പോവോ? ഇങ്ങനെയാണ്. മീനെ കൊത്തു പ്ലീസ്. എല്ലാവരും ചൂണ്ടയിട്ടിരിക്കുക. നമ്മൾ നാട്ടിൽ ചെയ്ത ഭാഗത്തുള്ള കാഴ്ചകള്. കര നമുക്കൊരു മീന് കിട്ടിയോ? മീൻ തന്നെയാണ്, പക്ഷെ അത് നമുക്ക് ഒതുങ്ങുന്ന മീനല്ല. വലിയ മീനാണ്. ആ കയർ പിടി. ഒരു മീന് കൊത്തിയിട്ടുണ്ട്. മീനല്ല, പാമ്പാണ്. അയ്യോ, ഞങ്ങക്ക് കിട്ടിയിരിക്കുന്ന സാധനല്ലേ? അതാരല്ല? പിടിച്ചു കണ്ടോ? പക്ഷെ ഒരു വെറൈറ്റി ആണല്ലോ ഇത് പാമ്പ്. വലനുള്ളിൽ കയറോ? കല്ലിനുള്ളിൽ പാമ്പ്. കിട്ടല്ലേ? തലക്കടിച്ചാ മതി. തല വന്നു. ലേറ്റൊന്നും മുട്ടൂല കേട്ടോ. നമുക്ക് അറ്റ്ലസ്റ്റ് ഒരു മീന് കിട്ടി. ഇതാണ് കലുവക്കോര. ചോദിച്ചുള്ളത് അയ്യോ. ഓ, അതൊരു തുള്ളല്. അയ്യോ. ആ, ചാടി. പാവാണ്, ശ്വാസം കിട്ടണില്ല. അല്ല, നമുക്കൊരു മീനെ കിട്ടി. നല്ല ഫ്രഷ് പിടയ്ക്കുന്ന കലുവക്കോര. ഒരു മീനെ കൂടി കിട്ടി. എന്താണ് ഇതിന്? കലുവക്കോര അല്ലേ? ഇതാ ഞങ്ങള് വെള്ളത്തിലിട്ടോ.
അങ്ങനെ നമ്മള് കുറേ നേരമായിട്ടോ കിടന്ന് ചൂണ്ടൊട്ടിയിരിക്കുകയാണ്. കാര്യമായിട്ട് 2 ചെമ്പല്ലി ചെമ്പല്ലിയല്ല കല്ലുമ്മക്കോരയാണ് കൊട്ടിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ്. എന്താ പറയുക, വേറെ വല്ല നമ്മൾ ചെമ്പല്ലീനെ പ്രതീക്ഷിച്ചിട്ടാണ് ചൂണ്ടട്ടത്. നല്ല ഓളമുണ്ട്. ബോട്ട് ഇങ്ങനെ നല്ല രീതിയിൽ നല്ല രസത്തിൽ ഒലയുന്നുണ്ട്. ഒലയാന്നറിയില്ലേ, അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ആലോചിക്കാം, ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസമായിട്ടേ ഉള്ളൂ. വന്ന ആ ഒരു എനർജിയൊക്കെ എൻ്റേത് പോയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ടയേർഡാവും, നല്ല വെയിലല്ലേ. പക്ഷെ കാറ്റുള്ളത് കൊണ്ട് വെയിലിൻ്റെ ഒരു കാഠിന്യം അങ്ങനെ അറിയുന്നില്ല. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇവർ ശരിക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നവരുടെയൊക്കെ ഒരു കഥ എന്തെന്ന് വെച്ചാൽ എത്ര ദിവസം അല്ലേ, 5, 6 അതുപോലെ 2, 3, 5, 6 ദിവസങ്ങൾ കഴിഞ്ഞ് അത് 10 ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന വലിയ വലിയ ബോട്ടുകളുമുണ്ട്. അപ്പോൾ അവരൊക്കെ കഥ എന്താ അല്ലേ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ ഒരു മീനിന് ഈ ഒരു ഫിഷിൻ്റെ മേഖലയിലേക്ക് വന്നിരിക്കുന്നത്. നല്ല ഹാർഡ് വർക്കിങ്ങും നല്ല ക്ഷമയും വേണ്ട ഒരു ഫീൽഡാണ്. നല്ല കായികാധ്വാനമുണ്ട്. നല്ല ക്ഷീണിക്കുകയും ചെയ്യും. ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ഓളം തല്ലല്ലോണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടയേർഡാവും. പിന്നെ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. പിന്നെ സ്ഥിരമായിട്ട് കടലിൽ പോകുന്നവർക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് എനിക്കിപ്പോൾ ഞാൻ കുറച്ചൊന്ന് ടയേർഡായി. നന്നാ ഒരു ഷാർ എനർജി ഒന്നും ഇപ്പം ഇല്ല കേട്ടോ. പക്ഷെ നല്ല രസമാണ്, നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മൾ ചൂണ്ടിട്ടിട്ട് കട്ട വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, നോക്കാം നമുക്ക് വല്ല മീനിനെയും കിട്ടുമെന്നുള്ളത്. പിന്നെ ഇവിടെ നമ്മളുടെ ചേട്ടൻ ഇവിടുന്ന് കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അവർ എന്താ പറയുക മീൻ അയില, വലിയ അയില ഇട്ടിട്ടുണ്ട്. ആ അയിലയാണ് നമ്മൾ പൊരിച്ചടിക്കാൻ പോകുന്നത് ഇന്ന്. അങ്ങനെ നമ്മൾ പൊരിച്ച മീനും പൊറോട്ടയും അടിക്കാൻ പോവാണ്. മുരുമുര പൊരിച്ച ഫ്രഷ് മീന്. നമ്മള് പ്ലേറ്റ് എടുക്കാൻ മറന്നു. അപ്പം നമ്മളിതാ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം.
ഇങ്ങനെയാണ് ടേസ്റ്റ് നോക്കട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. പൊറോട്ടയും അയിലയും കയ്യിലൊക്കെ പിടിച്ചിട്ടാണ്. ഞാൻ നടുക്കടലിൽ നിന്ന് അയില പൊരിച്ചതും പൊറോട്ടയും അടിക്കുക ഞങ്ങൾ. ഒരു ടോട്ടലി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. വൺസ് ഇൻ എ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൽ കിട്ടുന്ന ചാൻസുകളാണ് ഇതൊക്കെ. അത് ഞാനങ്ങനെ ആസ്വദിക്കുകയാണേ. അപ്പോൾ ഇത് കഴിച്ചിട്ട് വരാം. വെള്ളത്തിൻ്റെ ഈ ഇളക്കമല്ലേ ശരിയാവാത്ത. യാത്ര എത്ര വേണമെങ്കിലും ചെയ്യാം അല്ലേ, നല്ല രസമായിട്ട്. പക്ഷെ ഇങ്ങനെ ഇളകി നിർത്തിയിടുമ്പോഴാണ് കുറച്ച് വിഷയം. അങ്ങനെ നമ്മൾ വല ഇറക്കാൻ പോവാട്ടോ. അതിനുള്ള തയ്യാറെടുപ്പുകളാണിത്. ഇനിയാണ് വല ഇടുക. മേൽഭാഗം അങ്ങനെ പൊങ്ങി കിടക്കും അല്ലേ. ഈ ഒരു ഭാഗം താഴേക്കും പോവും. ചൂണ്ട ഇടണ്ട. ഇപ്പൊ ചൂണ്ടലിട്ടാല് വലയിലും ചൂണ്ട കൊടുക്കും. അതുകൊണ്ട് വലയും ചൂണ്ടലും ഒരേ സ്ഥലത്ത് ഇടില്ല. നല്ല സൺസെറ്റ് ആവാറായിട്ടുണ്ട്. ഇപ്പം ഏകദേശം സമയം 5:30 ആയിട്ടോ. വൈകുന്നേരം നമ്മളെപ്പോൾ പോകുന്നതാ. കുറേ ഉൾക്കടലിലേക്ക് വന്ന് നമ്മളൊരു 1.5 മണിക്കൂറോളം ഉള്ളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ചുറ്റോട് ചുറ്റും കരകളൊന്നും കാണില്ല. ചുറ്റും കടൽ എന്ന് പറഞ്ഞ രീതിയിലാണ്. പിന്നെ കുറച്ച് കൂടി ഇരുടായിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് കത്തും. അപ്പോൾ നമുക്ക് കര ഏത് ഭാഗത്താന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പൊ നമ്മളിതാ ഇങ്ങനെ വല ഇട്ടുകൊണ്ടിരിക്കുക. സഞ്ചാര രീതി സ്റ്റാറുകളെ നോക്കിയിട്ടല്ലേ. ശരി, GPS ഉണ്ടാവും. ചെറിയ ബോട്ടുകൾ നക്ഷത്രങ്ങളെ നോക്കും. മൊബൈലിൽ GPS ഉണ്ട്. അത് ശരി. റേഞ്ച് ഉണ്ടാവില്ല. ഉണ്ടാവോ? അവർ GPS-നെയും മൊബൈലിൽ GPS സെറ്റ് ചെയ്യും. അപ്പം അധികവും അവർക്ക് സിഗ്നൽസ് കിട്ടാറുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്റ്റാറുകളെ നോക്കിയിട്ട്. നല്ലോണം വലയുന്നുണ്ട് കേട്ടോ. നല്ല വലിയ വലിയ തിരയാണ്. ഉൾക്കടലിലേക്ക് വന്നപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടുണ്ട് നിറം നമ്മളുടെ കടലിൻ്റെ. ഒരു ഭാഗം താഴും. ആ ഭാഗത്ത് കല്ലുണ്ട്. കല്ല് പോലെയുള്ള കണ്ണുള്ള ഒരു സാധനം. അത് താഴേക്കും പിന്നെ മേലെ ഈ റിങ് പോലെയുള്ള ഭാഗം പൊങ്ങിക്കിടക്കുകയും ചെയ്യും. പിന്നെ ഈ ഒരു എന്താ പറയുക, പൈപ്പിൻ്റെ മേലെ ബ്ലാക്ക് ഫ്ലാഗ് കണ്ടോ. അത് ഇതെന്തിനാണ് ഇടുന്നത്? ഈ ഏരിയയിൽ നമ്മൾ ഇട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ സ്ഥലം അറിയാൻ വേണ്ടിയിട്ട്. രാത്രിയാകുമ്പോൾ കാണില്ലല്ലോ. അപ്പം പിന്നെ അത് രാത്രി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെയുള്ള ലൈറ്റ് ഓണാവും ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇരുടായാലും ഏത് ഭാഗത്താണ് നമ്മൾ വല ഇട്ടതെന്ന് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഇടുന്നത്. പിന്നെ ഇതാ ചെറിയ ക്യാനുകൾ പിന്നെ അതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ നമുക്കറിയാം ഏത് ഭാഗത്തേക്കൊക്കെയാണ് വല ഇടുക എന്നുള്ളത്. ഇത് കണ്ടോ ഇടുന്നത്.
ഇനി ഇത് വലിച്ച് കയറ്റുന്നതും വേറെ ഒരു പണിയാണ്. നല്ല കായികാധ്വാനം വേണ്ട ജോലികളാണ് ഇതൊക്കെ. നമുക്കിത് കാണാനും അതൊക്കെ ഒരു കൗതുകവും എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആണല്ലോ. പക്ഷെ അതുപോലെയല്ല അവരുടെ ലൈഫ്. നമുക്ക് മീനൊന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയാണല്ലോ. പക്ഷേ മീൻ പിടിക്കണമെങ്കിൽ കുറേ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. എല്ലാ സമയത്തും ഒന്നും ഇവർക്ക് മീൻ കിട്ടില്ല. പിന്നെ അതൊക്കെ ഓരോ ലക്കാണ്. ഇപ്പം മീൻ വളരെ കുറവാണെന്നാണ് നേരത്തെ നമ്മൾ അവിടുന്ന് സംസാരിച്ചൊരു ഏട്ടൻ പറഞ്ഞത്. ഒരു കോമഡി സംഭവിച്ചു. ആക്ച്വലി ഞാൻ വിചാരിച്ച വലയാണ് നീങ്ങി പോകുന്നതെന്ന്. അങ്ങനെയല്ല, നമ്മളെ ബോട്ട് കാറ്റിന് നീങ്ങി പോവുക അല്ലേ. ഓ, വലയല്ല നീങ്ങിയത്, അത് അവിടെ ഉണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്. നമ്മൾ നീങ്ങി ഇവിടെ എത്തിയതാണ് കാറ്റിൽ. സൺസെറ്റ് എന്തൊരു ഭംഗിയല്ലേ. ഇത്രയും ഭംഗിയുള്ള സൺസെറ്റ് നമ്മൾ നടുക്കടലിൽ ഇരുന്ന് കാണുകയാണ്. ആർക്കൊക്കെയാ ഈ ഭാഗ്യം കിട്ടുക? എന്തൊരു ഭംഗിയാ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ. ഈ ബോട്ടിൻ്റെ ഇളക്കാണ് സഹിക്കാൻ പറ്റാത്ത. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. ഈ ആകാശം നോക്കൂ, എന്ത് ഭംഗിയായിട്ടാ ഇരിക്കണേ. അപ്പോൾ ഇതാ സൺസെറ്റൊക്കെ കഴിഞ്ഞ് നല്ല ഇരുടായിട്ടുണ്ട്. പക്ഷെ കടലിൽ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെളിച്ചമുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 6:30 കഴിഞ്ഞു. അപ്പം സൺസെറ്റ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആ സമയത്ത് നല്ല കുറേ മേഘങ്ങൾ വന്ന് മൂടിപ്പോയതുകൊണ്ട് സൺസെറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇനി നമ്മളിവിടെ വല ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ ഉള്ളൂ. ഈവനിങ്ങിൽ വല ഇട്ടിട്ടുണ്ടെങ്കിൽ മീനുകൾ പെട്ടെന്ന് കുടുങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ വല വലിച്ച് കയറ്റും. അപ്പോൾ അതിലുള്ള മീനിൻ്റെ ഈ കാഴ്ചകളൂടി നമുക്ക് കാണാം. അപ്പോൾ ബോർഡിൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇരുടായിട്ടൊക്കെ നമ്മളത് ഓൺ ചെയ്യും. എല്ലാവരും എൻ്റെ കൂടെ വന്നവരൊക്കെ സൈഡായിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ഓളം തള്ളല്ലേ, എല്ലാം ഭയങ്കര ഒരു നമുക്ക് യാത്ര ചെയ്യുമ്പം ബുദ്ധിമുട്ടില്ല. പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കപ്പിത്താന് കുഴപ്പമൊന്നുമില്ല മതി. നമുക്കൊരു ഉഷാറാണ് എല്ലാവരും കേട്ടോ. എൻ്റെ ടീംസും എൻ്റെ ബ്രദറൊക്കെയാണ് ഇവിടെ സൈഡായത്. ഇവരിവിടെ കിടക്കാണ്. അങ്ങനെ നമ്മൾ വല വലിക്കുകയാണ് കേട്ടോ. വല അതാ രണ്ടുപേരും കൂടി വലിക്കുന്നുണ്ട്. ഇത് കുറച്ചൊരു അധ്വാനമുള്ള പണിയാണ്. ഇടുന്ന അത്ര ഈസി അല്ല അത് വലിച്ചെടുക്കാനായിട്ട്. വല കീറിയിട്ടുണ്ടല്ലോ അല്ലേ? ആണോ? ഡോൾഫിനുകളൊക്കെ ഉണ്ടൊരു ബുദ്ധിമുട്ടേ. ഡോൾഫിൻ നമ്മളെ വലയൊക്കെ കട്ട് ചെയ്ത് പോവും. അത് കാണുന്നില്ല കേട്ടോ. ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ഇങ്ങോട്ട് വലിക്കാനുണ്ട്. അയ്യോ, നല്ല ഒരു അയിലനെ കിട്ടി കേട്ടോ. നമ്മൾ ഇട്ടിട്ട് കുറച്ച് നേരമായി. അപ്പോൾ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കുറച്ച് നേരമായി. ആദ്യം കിട്ടിയ ആളാണ് ഇട്ടത്. നല്ല പെട്ടയ്ക്കുന്ന അയില. അയ്യോ, നമ്മളതിൽ കുടുങ്ങിയതാണ്. നമ്മൾ നേരത്തെ 2 ബോട്ടേഴ്സിനെ കണ്ടപ്പോഴും അവർക്കും വളരെ കുറവായിട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചില സമയത്ത് ഇവരുടെ കഷ്ടപ്പാടിന് എഫേർട്ടിനൊന്നും യാതൊരു പ്രതിഫലവും കിട്ടാറില്ല. അതിന് ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഒരു നമ്മളുടെ വല ഇട്ടിട്ടും കിട്ടാത്തത്. ഇതിൻ്റെ മേലെ കൂടെ കോലി എന്ന് പറഞ്ഞ മീൻ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അത് വെളിച്ചം കണ്ടിട്ട് അങ്ങനെ പൊങ്ങി വരുന്നയാ. കുറച്ച് നേരമായി അവരിങ്ങനെ വല വലിച്ച് കയറ്റാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കരയിലേക്ക് വരുവാണേ. വലിയ ഇന്നത്തെ എന്താ പറയുക, നമ്മളുടെ ഞങ്ങളുടെ ദൗത്യം ഇവിടെ ഇങ്ങനെ പൂർത്തിയാവുകയാണ്. നമുക്ക് വലിയ മീനുകളൊന്നും കിട്ടിയിട്ടില്ല. 1-2 അയിലേനെ കിട്ടി.
ഇതൊരു ഡൈലിയാണ്. അപ്പോൾ എന്താ പറയുക, കുറച്ച് എല്ലാവരും ടയേർഡാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഞാനും എല്ലാവരും പോകുന്നത്. അപ്പം കുറച്ച് എല്ലാവരും ടയേർഡാണ്. നമ്മളുടെ സ്രാങ്ക് സലീമക്ക അവിടെ ഇരുന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണേ. ഹായ് പറയും. അതെ. പിന്നെ ഇതാ നമ്മളുടെ സുബൈർക്ക വേറെ എന്തോ പണിയിലാണ്. മുറുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. അല്ലല്ല, ഫോണ് വന്നെയാണ്. പിന്നെ ഇതാ മറ്റൊരാള് സാലു. ഒപ്പര് തന്നെ ഞങ്ങളോട് ഇതാ നമ്മളുടെ നൗഷാദ് കൂടെ പിന്നെ വന്നെയാണ്. അപ്പോൾ ഇതാ ബാക്കിയുള്ള ടീമൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ഓരോ പോസിലാണ് ഇരിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മളെ കടൽ കാഴ്ചകൾ കണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്താ പറയുക, ബേപ്പൂര് ബോട്ട് ജെട്ടി ഖലാസികൾ അതൊക്കെ ചെയ്യണമെന്നുണ്ട്. അത് നമ്മൾ മറ്റൊരു ദിവസം വന്ന് ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ ഇന്ന് ഇങ്ങനെ ഫുള്ള് സംഭവമായിട്ട് കടന്നുപോയി. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിതാ മത്സ്യത്തൊഴിലാളിയുടെ ലൈഫ്, അവരുടെ ഒരു ജീവിതം, ഒരു ദിവസത്തെ അവരുടെ എന്തൊക്കെ രീതിയിലാണ് അവർ കടലിൽ പോകുന്നത്, മീൻ പിടിക്കുന്നത്, അതൊക്കെ നമ്മൾ ഈ ഒരു ബോട്ട് വെള്ളത്തിൻ്റെ രീതികളൊക്കെ ഇന്ന് നമ്മളെടുത്തു. പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ച് കരയിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് ഇരുട്ടായി. എന്നുവെച്ചാൽ മീൻ ഇട്ടിട്ട് നമ്മൾ വല ഇട്ടിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളോട് 2-3 കൂട്ടുകാർ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തീരെ എന്താ പറയുക, മീനില്ലാത്ത സമയമാണ്, മീനൊന്നും അവർക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പം അത് വെറൈറ്റി അല്ലേ. ആദ്യമായിട്ടാണ് ഞാൻ കടലിൽ പോകുന്നത്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, അടുത്തൊരു കടൽ ഞാൻ എന്തായാലും എന്താണ് ഖലാസികളും അതുപോലെ ആ നിർമ്മാണം അതിനൊക്കെ എന്തായാലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ചെയ്യുന്നതാണ്, മറ്റൊരു സമയത്ത് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ കാഴ്ചകൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.